രാവിലെ ആ അമ്മ കരയുന്ന അയാളുടെ അമ്മ കരയുന്ന വീഡിയോ കണ്ടത്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സഹോദരനോ നമ്മുടെ ഒരു അപ്പനോ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അത് ബാഡ് മാർക്ക് വന്നാൽ പിന്നെ ജീവിതകാലം പുള്ളിക്കാരന് ബാഡ് മാർക്ക് ഉള്ളതാണ്. സത്യമാണോ അല്ലയോ, ഒരാളുടെ ലൈഫാണ് അവിടെ അഫക്റ്റ് ആകുന്നത്. ആണുങ്ങളെക്കാലം പെൺപിള്ളേരാണ് കൂടുതലായിട്ട് അതിക്രമങ്ങൾ കാണിക്കുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലം ഒന്നും അല്ല അമ്മ, ഈ ലോകം അങ്ങനെയാണ്. അവന്മാർ ഇനി മേലാൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യരുത്. സ്ത്രീകൾ വിചാരിക്കണം, ഒന്ന് അവരുടെ ഡ്രസ് കോഡ്, രണ്ട് അവർ ആവശ്യമില്ലാതെ ചുറ്റാതിരിക്കുക. നമ്മളൊക്കെ അമ്മമാർ ജീവിച്ചില്ലേ, പെങ്ങന്മാർ ജീവിച്ചില്ലേ, നമ്മുടെ ഭാര്യമാർ ജീവിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ എടുത്ത് കാണിക്കുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിന് ഒത്തിരി വിഷമമായി പോയി. ആ ചേട്ടൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. ശക്തമായ സ്ത്രീ സുരക്ഷാ നിയമങ്ങളും സ്ത്രീക്ക് ഒരുപാട് സംരക്ഷണവും നൽകുന്ന സർക്കാരും പോലീസുമാണ് ഇന്ന് നമുക്ക് കേരളത്തിലുള്ളത്. അപ്പോൾ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ എന്തുണ്ടായിരുന്നാലും നമ്മൾ പോലീസിൻ്റെ നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിയമപരിരക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സർക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഒരാളിൻ്റെ ജീവനോ അല്ലെങ്കിൽ ജീവിതമോ വെച്ച് ആകരുത് നമ്മൾ എന്ത് പറയാനായിട്ട് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതത്തിനെ നശിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ ഇന്നലെ സംഭവിച്ച ആ ഒരു വിഷയത്തിൽ അതിൻ്റെ പിന്നിൽ എന്താണ് ശരി തെറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ നമുക്ക് അതിന് കൃത്യമായിട്ടൊരു പ്രതികരണമോ അല്ലെങ്കിൽ മറുപടിയോ എതിർപ്പോ ഒന്നും തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി അതിൻ്റെ സത്യസന്ധമായ തെളിവുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ശരിയായിട്ടൊരു നടപടി തന്നെയാണ് ഇതിനുണ്ടാകേണ്ടത്. ഇതിലെ ശരിയും തെറ്റും പോലീസ് എന്തായാലും കണ്ട് തിരിച്ചറിയട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. എന്ത് പറയാ, ഇതൊക്കെ നടക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ പോലീസ് നിയമങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ നീങ്ങിക്കൂടെ ആയിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. നീങ്ങാമായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങനെ ഉള്ളവരെ അവർക്ക് കൈ ഉടനെ തന്നെ അതിനുള്ള ശിക്ഷ കൊടുക്കണം. ജയിലിൽ കൊണ്ടുവന്ന് 10-18 വർഷം ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവരാരും മര്യാദ പഠിക്കും. പുരുഷന്മാർക്ക് അപ്പോഴപ്പോഴേ തന്നെ അതിൻ്റെ ശിക്ഷ കൊടുത്ത് അവന്മാർ ഇനി മേലാൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ കൈ ഉടനെ അതിനുള്ള ശിക്ഷ കൊടുക്കണം. അതിന് സ്ത്രീകൾക്ക് എല്ലാവർക്കും അതിന് ഒന്നടങ്കം സത്യമുള്ള കാര്യം. അങ്ങനെ നിയമത്തിന്റെ വഴിയിലൂടെ പോയാൽ മതിയായിരുന്നില്ലേ എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ മതിയായിരുന്നു. ഇല്ലേ, പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ആ പെൺകുട്ടിക്കാണെങ്കിലും പരാതി അങ്ങനെ കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാമായിരുന്നു. പെണ്ണ് അവർ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് എന്താണ് ചേട്ടന് പറയാനുള്ള ഈ ഒരു ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. നമ്മൾ സ്ത്രീ സുരക്ഷ വേണം. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് സംശയമുണ്ട്. അന്വേഷിക്കണം അല്ലേ കൃത്യമായിട്ട് പോലീസിൽ പരാതിപ്പെടുന്നവർക്കും വേണ്ടത്ര നീതിയോടുകൂടി സംരക്ഷണം ലഭിക്കുന്നതായിട്ടൊരു ന്യൂസ് വരുന്നില്ല. പരാതിപ്പെടാൻ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മറുസൈഡിൽ കൂടി ആരെങ്കിലും സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് സംശയം തോന്നത്തക്ക നിലയിലാണ് അതിൻ്റെ പ്രതിഫലമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നമുക്കതിനെ ആശ്രയിക്കാം. കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. തെറ്റാണ്. ഇങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. അല്ല, അവർ വ്യക്തിപരമായിട്ട് ആ കാര്യം ചെയ്ത് മരിച്ചത് തെറ്റാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിയമം ക്യാപിറ്റൽ നിയമങ്ങളാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സുരക്ഷാ നിയമങ്ങൾ നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി അത് നമ്മളതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പബ്ലിക് ആക്കാൻ വേണ്ടി ന്യൂസായിട്ട് അത് വിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. സംവിധാനം നേരത്തെ ഉണ്ട്. ഫുട്ബോളിൽ പോലും മുമ്പൊക്കെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നന്നായിട്ട് അത് കൈകാര്യം ചെയ്തിരുന്നു നമ്മുടെ ചെറുതിലേക്ക്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ അതിനൊക്കെ ഇപ്പം ഈ പബ്ലിക്കിൽ നോക്കുമ്പോൾ നിയമം കടുപ്പമാണ്, നല്ലതാണ്. പക്ഷേ ഫലത്തിൽ നോക്കുമ്പോൾ ശൂന്യമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ നിയമം അത്ര കണ്ട് നമുക്ക് ഫലമായിട്ട് ജനത്തിന് കിട്ടുന്നില്ല. അതിൻ്റെ പിന്നിൽ കാരണം എന്താണ്? ഇത് ചെയ്യുന്ന ആളുകൾ കാശ് മുടക്കി എവിടേക്ക് എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ വായിച്ചറിയേണ്ടിയിരിക്കുന്നു, എഴുതാതെ വായിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ല, സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടുന്നില്ല എന്നാണ്. സുരക്ഷ ഉണ്ട്, കൃത്യമായിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്ത്രീകളും കൂടെ വിചാരിക്കണം. അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകൾ വിചാരിക്കണം. ഒന്ന് അവരുടെ ഡ്രസ് കോഡ്,
രണ്ട് അവർ ആവശ്യമില്ലാതെ ചുറ്റാതിരിക്കുക. നമ്മളൊക്കെ അമ്മമാർ ജീവിച്ചില്ലേ, പെങ്ങന്മാർ ജീവിച്ചില്ലേ, നമ്മുടെ ഭാര്യമാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം നമ്മളങ്ങോട്ട് ഈ ആനയുടെ വാക്കകത്ത് കരിമ്പും കൊണ്ട് ചുടുത്തിട്ട് വലിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് നാട്ടുകാരുടെ വേണ്ടി കാര്യമൊന്നും ആനക്കാരൻ്റെ വേണ്ടി കാര്യമൊന്നും ഇപ്പം കാലം മാറി 2K എന്നാണ് പറയുന്നത്. അതാണ്. അതുകൊണ്ട് കുറച്ച് ആ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരവർ വിവേകത്തോടെ കുറച്ചൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രാജ്യം സുരക്ഷിതമാണ് അങ്ങനെയാണെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല ഇത്. മറ്റ് രാജ്യങ്ങളിലുള്ള ഡ്രസ് കോഡ് രീതികളും മറ്റുള്ള ആളുകളെ ഇപ്പം പുരുഷന്മാർ വെറുതെ ഈ പ്രലോഭനത്തിൽ വീഴ്ത്താനുള്ള രീതികളാണ് കൂടുതൽ. ഇപ്പോൾ ഒതുങ്ങിപ്പോകുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒതുങ്ങി പോകുന്നവർക്ക് പോവാം. നമ്മൾ തന്നെ അങ്ങോട്ട് ആളുകളെ ഈ എന്ന് വെച്ചാൽ ഈ പശുക്കൾ ഡ്രസ്സ് ഇടാറില്ല. ആ രീതി ഇപ്പോൾ കഴിഞ്ഞാൽ അതായത് ഒരു വികാരം ഇല്ലാത്ത മനുഷ്യനും വികാരം വന്നു പോകും. എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇത് പോലീസിനോടൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കിട്ടും. എല്ലാം പോലീസും ഒന്ന് കണക്കിരിക്കണമെന്നില്ല. അത് പറഞ്ഞത് ശരിയാണ്. എല്ലാവരും ഒന്ന് കണക്കിരിക്കണം. ചിലവർ ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ടുള്ള ഇതൊക്കെ. അതുകൊണ്ട് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണോ, ഒരു സൈഡ് അല്ലേണ്ടാണ്. എന്തായാലും ഇങ്ങനെ ഒരു രീതി വേണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലായിരുന്നു. നമുക്ക് നിയമത്തിന്റെ വഴിയിൽ പോകാമായിരുന്നു അല്ലേ? ഇപ്പം അത് കണ്ട് അതിലൊത്തിരി സോഷ്യൽ മീഡിയയിൽ ഒത്തിരി റീൽസ് ഒക്കെ കണ്ടായിരുന്നു. കണ്ടിട്ട് ഈ ഒത്തിരി പേര് എല്ലാ പെൺകുട്ടികളെയും കുറ്റം പറയുന്ന പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഫീലായി. കാരണം എല്ലാ പെണ്ണുങ്ങളും ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാവർക്കും നമ്മൾ സെക്യുലറിസം ഉള്ള കൺട്രി ആയതുകൊണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും റൂൾസ് ഉണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ഇപ്പോൾ പെണ്ണുങ്ങൾക്കുള്ള പോലത്തെ റൂൾസ് ആണുങ്ങൾക്കും വേണം. അവർക്ക് അങ്ങനെയാണെങ്കിൽ അവർക്കിപ്പം ഒത്തിരി പേര് അവരിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സഹിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ സഹിക്കുന്ന പോലെ ഒത്തിരി പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അവർക്കും ഇപ്പം വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന പോലെ അവർക്കും സപ്പോർട്ടിന് ഒരു സാധനം വേണം. അത് വേണം. കാരണം ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയാണെങ്കിലും ഉറപ്പായിട്ടും ബോയ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, മെൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം പെണ്ണിന് എപ്പോഴും സേഫ് ആയിട്ടുള്ള റൂൾസ് കൊടുക്കുമ്പോഴത്തേക്കും ഒരാണിന് അങ്ങനെ ഒരു റൂൾസ് കിട്ടാണ്ടാകുമ്പോഴത്തേക്കും ഒത്തിരി നിരപരാധികളായ ആൾക്കാർ ഒത്തിരി സഹിക്കുന്നുണ്ട്. അല്ലെ, നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഒത്തിരി ശക്തമാണ്. അപ്പം കണ്ടന്റ് ക്രിയേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രീതി വേണമായിരുന്നു. അത് ഭയങ്കര മോശമായി പോയി. കാരണം ആ വീഡിയോ ഇന്ന് രാവിലെ അയാളുടെ അമ്മ കരയുന്ന വീഡിയോ കണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സഹോദരനോ നമ്മുടെ ഒരു അപ്പനോ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഭയങ്കര മോശമായിട്ടൊരു കാര്യമാണ്. അതിപ്പം ഞാനെന്നല്ല, ഇപ്പോൾ ഭൂരിപക്ഷമുള്ള എല്ലാവരുടെയും അഭിപ്രായം അത് അങ്ങനെയാണ്. ആ കുട്ടി ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആ വീഡിയോ കാണുമ്പോൾ അറിയാം ആ പുള്ളി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ബോധമുള്ളൊരു മനുഷ്യന് എന്തെങ്കിലും വിഷയമാണെങ്കിൽ അത് പോലീസിനെ അറിയിച്ച് അല്ലേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. കാരണം ഇപ്പം നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒത്തിരി റൂൾസ് ഉണ്ട്, സ്ത്രീ സുരക്ഷ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുമ്പം അത് അത്രയും ഫീലായി ഹേർട്ടായ ഒരു സ്ത്രീ ആണെങ്കിൽ ഉടനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എന്നെ അവൻ തൊടുന്നു എന്ന് പറഞ്ഞ് കാണിക്കുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും അതങ്ങനെ കാണിക്കരുത്. ഇപ്പം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിങ്ങനെ കാണിച്ചുകൊണ്ട് നിന്നിട്ട് എല്ലാവരും വീഡിയോ എടുത്ത് കാണിക്കുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിന് ഒത്തിരി വിഷമമായി പോയി. ആ ചേട്ടൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. ആരും അങ്ങനെ ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും അത്രയും ഹാർട്ട് ഇപ്പം അങ്ങനെ ചെയ്യുന്ന ആ പുരുഷന്മാരായാലും അങ്ങനെ ആവശ്യമില്ലാതെ ബിഹേവ് ചെയ്യുന്നവരില്ല എന്നല്ല, ബിഹേവ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യണം, പ്രതികരിക്കുക. അല്ലാതെ ആ കുട്ടി ചെയ്ത് ഭയങ്കര മോശമായി, ഒരു പെണ്ണെന്ന നിലയ്ക്ക് ആ കുട്ടി ചെയ്ത് ഭയങ്കര മോശമായി, അത് ഞാൻ മോശമാണെന്നതിന് ഞാൻ പറയും. അതിൻ്റെ ആവശ്യം കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നു. അല്ല, എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് അത് നിയമത്തിന്റെ വഴിയിൽ പോകാമായിരുന്നു അല്ലേ? നിയമത്തിന്റെ വഴിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് അറിയുന്നില്ല. ഒരു ബാഡ് മാർക്ക് വന്നാൽ പിന്നെ ജീവിതകാലം പുള്ളിക്കാരന് ബാഡ് മാർക്ക് ഉള്ളതാണ്. സത്യമാണോ അല്ലയോ അതുകൊണ്ടായിരിക്കും ആ പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് ഇതൊന്നും ബാധകമല്ലേ എന്നുള്ളതാണ് ഇത്തരത്തിൽ. പുരുഷന്മാരാണല്ലോ ഇപ്പം ബാധിച്ചേക്കുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ പുരുഷന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുവരെ എൻ്റെ അറിവിലില്ല. അങ്ങനെ ആകണമെന്നും ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം അവർക്ക് ഇത്രയും സേഫ്റ്റി ചെയ്തുകൊണ്ട് നമുക്കൊരു സേഫ്റ്റി ഇല്ലെങ്കിലേക്ക് പിന്നെ എന്താണ് ഇതിൽ തെറ്റ് ചെയ്യുന്നവർ കാണാം അല്ലേ? നിരപരാധികളായവരും ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അല്ല, മോശമായി പെരുമാറുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പം വെറുതെ ഈ കണ്ടന്റിനും റീച്ചിനും വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും ഒരാളുടെ ലൈഫാണ് അവിടെ അഫക്റ്റ് ആകുന്നത്. പുള്ളിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതം കൂടെ. തീർച്ചയായിട്ടും. ഇന്ന് തന്നെ രാവിലെ അമ്മയുടെ ഒരു കരച്ചിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് പലർക്കും വിഷമം തോന്നിയിട്ടുണ്ട് അല്ലേ?
അത് ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം. അതെ, തെറ്റുകൾ ചെയ്യുന്നവരെ നിയമത്തിന്റെ വഴിയിൽ നേരിടുക എന്നുള്ളതാണ് അല്ലേ, അല്ലാതെ ഇങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് അധികം ശരിക്കും ഒരു ഇതാണ്, ആണുങ്ങളെക്കാളും പെൺപിള്ളേരാണ് കൂടുതലായിട്ട് അതിക്രമങ്ങൾ കാണിക്കുന്നത്. ബസ്സിലായി നമ്മൾ യാത്രയിലൊക്കെ പോകില്ല, പിന്നെ ഈ പീഡനം ചെയ്യുന്നവരെ പോലീസുകാർ സംരക്ഷിക്കുന്നത് തെറ്റാണ് അല്ലേ? പോലീസ് നിയമമൊക്കെ ശക്തമല്ലേ സ്ത്രീകൾക്ക്, അതായത് സ്ത്രീ സുരക്ഷ വേണം. എങ്കിലും അവർ കുറ്റം ചെയ്യുന്നവരെ വീണ്ടും അവർ പൊതിഞ്ഞ് സൂക്ഷിച്ച് അവർ കൊണ്ടു നടക്കുന്ന അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അതായത് തെറ്റ് കള്ളത്തനം പറയുന്നവർക്ക് അല്ലേ, കള്ളത്തനം തെറ്റ് ചെയ്തിട്ട് ചെയ്തില്ല എന്ന് പറയുന്നവർക്ക് അതിൻ്റെ ഈ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കുകയും വേണം. കുറ്റം ചെയ്യുന്നവരെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. അപ്പോഴത്തേക്ക് അതിൽ വീണ്ടും അവർ കുറ്റം ചെയ്യുകയില്ലല്ലോ. കുഞ്ഞു പിള്ളേരെ തന്നെ പീഡിപ്പിക്കുന്നത്, വീണ്ടും അവരെ ഈ തലയിൽ തുണിയൊക്കെ ഇട്ടുകൊണ്ട് സംരക്ഷിക്കുന്നത്, അത് തെറ്റാണ്. സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടണം, തെറ്റാണ്. നിയമത്തിന്റെ വഴി കൂടെ പോകാമായിരുന്നു അല്ലേ? നിയമത്തിന്റെ വഴി കൂടെ പോകാമായിരുന്നു. ഇത് അങ്ങനെ അല്ലല്ല ചെയ്തിട്ടുള്ളത്. നിയമം അവർ മറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരാൾ മാത്രം നല്ലത് നല്ലതെന്ന് പറയാൻ പാടില്ല. രണ്ടുപേരും തുല്യരാണ്. കുറേയൊക്കെ പെൺപിള്ളേരും കുറേയൊക്കെ ഒതുങ്ങി ജീവിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴും ബസ്സിൽ കയറിയ വയസ്സായ പിന്നെ അച്ഛന്മാരെ പറ്റിയുള്ള അറിയാമല്ല. അതെ, അതാണ് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്രശ്നത്തിൽ വരുന്നത്. സ്ത്രീ ഇറങ്ങി നടക്കണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുറേ അവരുടെ വേഷവിധാനം, അവിടെ നടത്താം, ഭാവം, അടുത്ത്. എനിക്ക് 2 പെൺപിള്ളേരുള്ളതാണ്. ഞാനും അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അവരോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ. അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. പെൺപിള്ളേരാണ് പിള്ളേരെ കൂടുതലായിട്ട്. അല്ല, ഇപ്പൊ 2K അല്ലേ, അപ്പോ പിള്ളേർക്ക് കുറച്ച് പറയുന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലം ഒന്നും അല്ല അമ്മ, ഈ ലോകം അങ്ങനെയാണ്. അതെ, ഈ ലോകത്ത് കാര്യം അവർ നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അവിടെ വസ്ത്രവിധാനം അറിയില്ലേ? അതെ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ.